പൈസ കൊടുക്കാനില്ല, വാടക എന്നൊരു പേര് പറഞ്ഞ് പൈസ കൊടുക്കാനില്ല. ഞങ്ങളുടെ സംഘടന നേതാക്കളെ ഏറ്റവും ആക്ഷേപവുമായി ഈ ചെയ്തത് ശരിയോ തെറ്റോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. 14 വർഷമായി ശ്യാമള ഇവിടെ ലോട്ടറി വ്യാപാരം നടത്തുന്നു. കഴിഞ്ഞ 20-ാം തീയതി രാത്രി ഒരു JCB വെച്ച് ഈ സ്റ്റാള് കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കുക, അതും നട്ടപ്പാതിരക്ക്. എന്തിനാ നിങ്ങളത് ചെയ്തത്? നിങ്ങൾ മറ്റൊരാളോട് ഈ സ്ഥലം വാങ്ങി എന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ സ്ഥലം വാങ്ങുമ്പോ ആ സ്ഥലം സംബന്ധമായി എന്തെങ്കിലും വിഷയമുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ 13 വർഷമായി ഈ ചെറുപുഴ ടൗണിൽ ലോട്ടറി സ്റ്റാൾ നടത്തിയിരുന്ന ശ്യാമള ചേച്ചിയുടെ കട ഒരു സുപ്രഭാതത്തിൽ കാറ്റും മഴയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീണതല്ല, മറിച്ച് ഈ ചെറുപുഴ ടൗണിലെ ഒരു മുതലാളിയുടെ കിങ്കരന്മാർ, അതല്ലെങ്കിൽ മുതലാളിയുടെ കൊച്ചു മുതലാളി, അതിന് ചൂട്ടുപിടിക്കുന്ന മൂക്കൻ, രാജവെമ്പാല തുടങ്ങിയ കുറെ ആളുകൾ കൂടി ഈ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് തീർച്ചയായും വളരെ പരിഹാസമായ രീതിയിൽ തന്നെല്ലാമായ ആ സ്ഥാപനം കാണുന്നില്ല, നിലംപരിശായി കിടക്കുകയാണ്. എന്നാൽ തലേന്ന് കാറ്റോ മഴയോ കോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, തലേന്ന് രാത്രി ബിൽഡിംഗ് ഉടമ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ആ സ്ഥാപനം പൊളിച്ചു നീക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.